നമുക്കറിയാം, ഈ വിജയദശമി മുഴുവൻ സ്വയം സേവകരെയും സംബന്ധിച്ച് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ദിനമാണ്. കാരണം കഴിഞ്ഞ 100 വർഷക്കാലം നമ്മൾ നടത്തിയ പ്രയത്നം, നമ്മുടെ സംഘടന മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അത് വിജയകരമായി നമ്മുടെ മാതൃപ്രസ്ഥാനത്തിന്റെ ജൈത്രയാത്ര ഏതാണ്ട് 100 വർഷക്കാലം, ഒരു നൂറ്റാണ്ട് കാലം പിന്നിടുകയാണ്. ഈ വേളയിൽ കുളങ്ങരക്കാവ് ശാഖയിൽ ഒത്തുകൂടുന്നു എന്ന് പറയുന്നത് തന്നെ സ്വയം സേവകരെ സംബന്ധിച്ചിടത്തോളം അതൊരു മഹാഭാഗ്യമാണ്. കാരണം ഈ മഹോത്സവത്തിന്റെ തുടക്കത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, ഏതാണ്ട് 1964 മുതൽ തന്നെ ശാഖ തുടങ്ങുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന നമ്മുടെ മാതൃപ്രസ്ഥാനം ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കരുത്താർജിക്കുന്നതിന് മുൻപ് തന്നെ കുളങ്ങരക്കാവിൽ ശാഖയുണ്ടായിരുന്നു. സംഘത്തിന് ഏറ്റവും പ്രഭാവമുള്ള മല്ലപ്പള്ളി താലൂക്കിലെ ആദ്യത്തെ ശാഖയിൽ സംഘത്തിന്റെ ശതാബ്ദി ആചരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഒത്തുകൂടാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഏതൊരു സ്വയം സേവകനെയും സംബന്ധിച്ച് അത് വലിയൊരു സൗഭാഗ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രസ്ഥാനം 100 വർഷങ്ങൾ പിന്നിടുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും നമ്മുടെ സംഘടനയ്ക്ക് പുറത്തുള്ള ആളുകൾക്കിടയിൽ വലിയൊരു സംശയം ഉണ്ടാവുകയാണ്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപപ്പെടുന്ന അതേ കാലഘട്ടങ്ങളിലോ അതിനു മുൻപോ രൂപപ്പെട്ട നിരവധി സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. 1920-ലും 1925-ലും അതല്ലെങ്കിൽ 1800-കളിലും ഒക്കെ തുടങ്ങിയ സംഘടനകൾ. ആ സംഘടനകളെല്ലാം ഏതെങ്കിലുമൊക്കെ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയതെങ്കിൽ പിന്നീട് അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് മറ്റേതൊക്കെയോ വഴികളിലൂടെ പോകുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിനായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ 1925-ൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ ആരംഭിക്കുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് സംഘടനയ്ക്കകത്ത് തന്നെ അവരുടെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് പോലും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ഇപ്പോ CPI-ക്കാര് പറയുന്നത് 1925-ലാണ് അവരുടെ പ്രവർത്തനം, അതായത് നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചതെന്നാണ്. പക്ഷെ CPM-കാര് പറയുന്നത് അത് 1920-ലാണ്. ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനൊപ്പമോ അല്ലെങ്കിൽ അതിനു മുമ്പോ ആയി തുടങ്ങിയ പല സംഘടനകളും വിവിധ ഗ്രൂപ്പുകളായി തമ്മിൽ തല്ലും പോലും പല വഴികളിലേക്ക് പോകുമ്പോഴും അവരുടെ ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് മറ്റേതൊക്കെയോ പാതകളിലൂടെ പോകുമ്പോൾ നമ്മുടെ മാതൃപ്രസ്ഥാനം 1925-ൽ പരംപൂജനീയ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണം, ഈ രാഷ്ട്രത്തിന്റെ പരംവൈഭവം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് 1925-ൽ തുടങ്ങിയതെങ്കിൽ ആ മഹാപ്രസ്ഥാനം കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം അതേ ആശയം മുൻനിർത്തിക്കൊണ്ടുള്ള ജൈത്രയാത്ര തുടരുകയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നു എന്നതാണ് പുറത്തു നിൽക്കുന്ന ആളുകൾക്ക്, സംഘടനയ്ക്ക് പുറത്തുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഭാരതത്തിലുള്ള ഒരു സംഘടനയല്ല, മറിച്ച് അത് ഭാരതത്തിന്റെ സംഘടനയാണ് എന്നുള്ളതാണ്. അത് ഈ രാഷ്ട്രത്തിലുള്ള ഒരു സംഘടനയല്ല. രാഷ്ട്രത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്, പക്ഷെ RSS എന്ന് പറയുന്നത് ഭാരതത്തിന്റെ സംഘടനയാണ്, അത് ഈ രാഷ്ട്രത്തിന്റെ സംഘടനയാണ്. കാരണം ഈ സംഘടനയുടെ രൂപീകരണം തന്നെ ഈ മഹത്തായ ദേശത്തിന്റെ സംസ്കൃതത്തെ, സംസ്കാരത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ്. നമുക്കറിയാം, നമ്മുടെ ഈ മഹത്തരമായ ദേശം ഏതാണ്ട് 1000 വർഷക്കാലത്തെ അധിനിവേശത്തിന് വിധേയമാക്കപ്പെട്ട ഒരു രാജ്യമാണ്. ഒരുപക്ഷെ ലോകത്ത് മറ്റൊരു രാജ്യവും ഇത്രത്തോളം അടിമത്തം പേറിയിട്ടില്ല. അലക്സാണ്ടറുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അധിനിവേശം, അതിനുശേഷം 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ബിൻ കാസിമിനെ പോലുള്ളവർ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നു. രാജാ ദാഹിറിനെ പോലെയുള്ള ഹിന്ദു രാജാക്കന്മാർ അതിനെ പ്രതിരോധിക്കുന്നു. 11-ാം നൂറ്റാണ്ടാകുമ്പോൾ മുഹമ്മദ് ഗസ്നി വരുന്നു, പിന്നീട് ഗോറി വരുന്നു, മുഗളന്മാർ വരുന്നു, ബ്രിട്ടീഷുകാർ വരുന്നു, ഫ്രഞ്ചുകാർ വരുന്നു, ഡച്ചുകാർ വരുന്നു. അങ്ങനെ ഏതാണ്ട് 1000 വർഷക്കാലം ഈ ദേശത്തെ അടിമത്തത്തിൽ നിർത്തുന്ന ഘട്ടത്തിലാണ് പരംപൂജനീയ ഡോക്ടർ ജിയുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നത്. ആ ചോദ്യം, എന്തുകൊണ്ട് ഈ ദേശം ഇങ്ങനെ തുടർച്ചയായ അടിമത്തത്തിന് അകപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. കാരണം ഓരോരുത്തർ വരുന്നു, അവരുടെ അജണ്ടകൾ സ്ഥാപിക്കുന്നു, അത് മതപരമായിട്ടുള്ള ലക്ഷ്യമുണ്ട്, കച്ചവട താല്പര്യങ്ങളുണ്ട്. അങ്ങനെ സ്ഥാപിത താല്പര്യക്കാരായ വിദേശികൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന് 1000-ഓളം വർഷക്കാലം ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഇനിയെങ്കിലും അതിനെ പ്രതിരോധിക്കുവാൻ ഒരു സംവിധാനം ഉണ്ടായില്ല എങ്കിൽ അനേക വർഷക്കാലം ഈ ദേശം അടിമത്തത്തിൽ തന്നെ തുടരേണ്ടി വരും എന്ന് ഡോക്ടർ ജി ചിന്തിക്കുകയാണ്. അങ്ങനെ ദേശീയ ബോധത്തിന്റെ അഭാവമാണെന്നും അല്ലെങ്കിൽ ഒരു മഹത്തായ ദേശീയ പ്രസ്ഥാനത്തിന്റെ അഭാവം കൊണ്ടാണ്
ഇങ്ങനെ വൈദേശിക ശക്തികൾ ഈ രാജ്യത്തേക്ക് കടന്നു വരുന്നത് എന്ന ചിന്തയിൽ നിന്നാണ് 1925 സെപ്റ്റംബർ മാസം 27 ഒരു ഞായറാഴ്ച രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ഈ മഹത്തായ പ്രസ്ഥാനം രൂപപ്പെടുന്നത്. അതിനുശേഷം നമുക്കറിയാം ഈ ദേശവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും സംഘം ഇടപെട്ടിട്ടുണ്ട്. പലപ്പോഴും ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സംഘം എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തത് എന്നുള്ളതാണ്. സ്വാഭാവികമായും അവർ ചോദിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ സംഘത്തിന് ബന്ധമുണ്ടോ? ആരാണ് ചോദിക്കുന്നത്? സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ഘട്ടത്തിൽ വിനായക് ദാമോദർ സവർക്കറെ പോലെ ഈ നാടിന് വേണ്ടി 27 വർഷക്കാലം ജയിലിൽ കിടന്ന് സ്വന്തം ജീവിതം ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച സവർക്കറെ പോലുള്ളവരെ അധിക്ഷേപിക്കുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ളവരെ അധിക്ഷേപിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളും മറ്റും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ചോദിക്കുന്ന ചോദ്യമാണ് സംഘത്തിന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ആ വിഷയങ്ങൾ ഓരോന്നായി ചെറിയ രീതിയിലെങ്കിലും പരിശോധിച്ചു പോകാം. ഇപ്പോ പരംപൂജനീയ ഡോക്ടർ ജി അദ്ദേഹം 1931 ജയിലിലേക്ക് പോകുന്നത് എന്തിനാണ് എന്ന ചോദ്യം സ്വയം സേവകർ തിരിച്ചുന്നയിക്കണം. കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലകന്മാരുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ 1931 ഒരു ഇടക്കാല സർസംഘചാലകം ഉണ്ടാവുകയാണ്. സാധാരണ നമ്മുടെ സംഘടനാ സംവിധാനത്തിന് അങ്ങനെ ഒരു ഇടക്കാല സർസംഘചാലകം എന്നൊരു സിസ്റ്റം നമുക്കില്ല. പക്ഷെ 1931 നമ്മുടെ സർസംഘചാലകായിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ ബ്രിട്ടീഷുകാരാൽ പിടിക്കപ്പെട്ട് അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ 100 വർഷത്തെ ചരിത്രത്തിൽ ഒരു തവണ മാത്രമാണ് ഇടക്കാല സർസംഘചാലകം ഉണ്ടായിട്ടുള്ളത്. അത് പരംപൂജനീയ ഡോക്ടർ ജിയെ ബ്രിട്ടീഷുകാർ ജയിലിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. 1940കളിൽ ക്വിറ്റ് ഇന്ത്യ സമരം രൂപപ്പെടുന്ന ഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ ചിമൂറിൽ പോലീസുകാർ ബ്രിട്ടീഷ് ഏജന്റുമാരായിട്ടുള്ള പോലീസുകാർ നടത്തിയ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട രാംദാസ് രാംപുരെ ഉൾപ്പെടെയുള്ളവർ സ്വയം സേവകരായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പേരിൽ 1941 ജയിലിലടയ്ക്കപ്പെട്ടവരിൽ ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചരിത്രമെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഈ ദേശത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഭാരത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് പങ്കില്ല എന്ന് വരുത്തി തീർക്കുവാൻ ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള ചർച്ചകൾ ഈ ഘട്ടത്തിൽ നടക്കുന്നു. നമുക്കറിയാം രാഷ്ട്ര വിഭജനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുരന്തപൂർണമായ ഒന്നാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാരതം എന്ന് പറയുന്ന ദേശത്തെ രണ്ടായി വിഭജിച്ചു. ആ വിഭജന വേളയിൽ ഇന്നത്തെ പാകിസ്ഥാനിലെ പ്രദേശങ്ങളിൽ വലിയ തോതിൽ ഇസ്ലാമിസ്റ്റുകളുടെ ഭീകരാക്രമണത്തിന് ഹിന്ദുക്കൾ വിധേയമാക്കപ്പെടുമ്പോൾ അന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വർക്ക് പഞ്ചാബിലെ അമൃത്സറിൽ നടക്കുകയാണ്. അന്ന് സർസംഘചാലകായ പൂജനീയ ഗുരുജി ആ വർക്ക് അടിയന്തരമായി നിർത്തിക്കൊണ്ട് മുഴുവൻ സ്വയം സേവകരോടും ഇന്നത്തെ പാകിസ്ഥാനിലേക്ക് പോയി അവിടുത്തെ മുഴുവൻ ഹിന്ദുക്കൾക്കും സുരക്ഷിതമായി തിരിച്ച് അതിർത്തി കടക്കാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്വയം സേവകർ തിരിച്ചു വരാവൂ എന്ന നിർദ്ദേശമാണ് ദ്വിതീയ സർസംഘചാലകായ ഗുരുജി ഗോൾവാൾക്കർ അന്ന് സ്വയം സേവകർക്ക് നൽകിയത്. അങ്ങനെ രാഷ്ട്ര വിഭജനത്തിന്റെ ചരിത്രം നോക്കിയാലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം നോക്കിയാലും ദേശീയ വിഷയങ്ങളിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം നടത്തിയിരിക്കുന്ന ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് പിന്നീട് ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് ചൈന ഭാരതത്തെ ആക്രമിക്കുന്ന വേളയിൽ 1962 ആ യുദ്ധവേളയിൽ സ്വയം സേവകർ നേരെ ഭാരതത്തിന്റെ സൈന്യത്തെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ സൈന്യത്തിന് യുദ്ധഭൂമിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സ്വയം സേവകർ പോകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1963 റിപ്പബ്ലിക് ദിന പരേഡിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം സ്വയം സേവകർ രാജ്പഥിന്റെ രാജവീതിയിലൂടെ മാർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചരിത്രമാണ്. ഈ ചരിത്ര വസ്തുതകളെല്ലാം തിരസ്കരിച്ചുകൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ ചെറുതാക്കി കാണിക്കുവാനുള്ള ശ്രമം ഈ ഘട്ടത്തിൽ നടക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുവാൻ ഓരോ സ്വയം സേവകർക്കും കഴിയണമെന്നുള്ളതാണ്. അങ്ങനെ ദേശീയ വിഷയങ്ങളിൽ സംഘം നടത്തിയ നിർണായകമായ ഇടപെടലിന്റെ ആ കരുത്തിൽ ആ പ്രഭാവത്തിലാണ് നമ്മുടെ പ്രസ്ഥാനം ഏതാണ്ട് 100 വർഷക്കാലം അതിന്റെ വിജയയാത്ര ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം ഡോക്ടർ ജി മുന്നോട്ട് വെച്ചിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പരം വൈഭവമാണ്. അതായത് ഈ രാജ്യത്തിന്റെ ഉന്നതിയാണ്. സ്വാഭാവികമായും ഇതൊരു അമൃതകാല യാത്രയാണ്. നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓരോ പ്രഭാഷണങ്ങളിലും സൂചിപ്പിക്കാറുണ്ട്, ഇത് അമൃത കാലഘട്ടം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഭാരതത്തിന്റെ 75ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് ശേഷമുള്ള ഇനിയുള്ള 25 വർഷക്കാലം, ആ 25 വർഷക്കാലം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം ലോകത്തെ നിയന്ത്രിച്ചിരുന്ന സമസ്ത മേഖലകളിലും ലോകശക്തിയായി നിന്നിരുന്ന ഈ രാജ്യത്തിന്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി പ്രയത്നിക്കേണ്ട കാലഘട്ടമാണ് ഈ അമൃത കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഈ രാഷ്ട്രം
75ാം സ്വാതന്ത്ര്യ ദിനത്തിൽ നിന്നും 2047 അതിന്റെ 100ാം സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്ന ഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി എല്ലാ മേഖലയിലും എത്തുന്നതിന് വേണ്ടിയുള്ള ആ ജൈത്രയാത്ര നടത്തുന്ന വേളയിൽ തന്നെയാണ് ഭാരതത്തിന്റെ സംഘടനയായ ഈ രാഷ്ട്രത്തിന്റെ സംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിന്റെ ശതാബ്ദി ആചരിക്കുന്നത്. അപ്പൊ സ്വയം സേവകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ 100 വർഷമായി, അതുകൊണ്ട് എല്ലാം തികഞ്ഞു എന്നതല്ല, മറിച്ച് ഇനിയും ഒരുപാട് പ്രയത്നിക്കാനുണ്ട് എന്ന സന്ദേശം തന്നെയാണ് നമ്മുടെ സംഘ അധികാരികൾ ഓരോ വർഗങ്ങളിലും അല്ലെങ്കിൽ ഓരോ വൈട്ടക്കുകളിലും സ്വയം സേവകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വായ്പൂരിനെ സംബന്ധിച്ച് സംഘത്തെ പറ്റി നേരത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. വായ്പൂർ എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയ്ക്ക് വലിയ പ്രഭാവം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. കാരണം 1964 കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഇരിക്കുന്ന കുളങ്ങരക്കാവിൽ ശാഖ ആരംഭിച്ചത്. ഇടവശ്ശേരി സ്വാമി എന്ന് നാം വളരെ ബഹുമാനത്തോടു കൂടി വിശേഷിപ്പിക്കുന്ന ഗംഗാധര തീർത്ഥപാദർ, ആ സ്വാമിയുടെ ആശീർവാദത്തോടു കൂടിയാണ് സംഘപ്രവർത്തനം ആരംഭിക്കുന്നത്. അത് ഇന്നത്തെ കാലഘട്ടമല്ല എന്നതുകൂടി സ്വയം സേവകർ ഓർക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ ഒരു പ്രഭാവ കാലഘട്ടമാണ്. ഇന്ന് ദേശീയ തലത്തിൽ നമ്മുടെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളിൽ ഒന്നായ BJPക്ക് അധികാരമുണ്ട്. ഒരു ഒന്നാന്തരം സ്വയം സേവകൻ തന്നെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ 1964 നമ്മൾ ഈ കൂടിയിരിക്കുന്ന ഈ കുളങ്ങരക്കാവിൽ ശാഖ നടത്തുന്ന ആ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കൂ. എന്തായിരിക്കും അവസ്ഥ? കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ ഒരു ഭാഗത്ത് സ്വയം സേവകരെ കളിലും 70കളിലുമൊക്കെ കുളങ്ങരക്കാവ് ഉൾപ്പെടെയുള്ള വായ്പൂരിന്റെ ഈ പ്രദേശങ്ങളിൽ തുടങ്ങിയത്. അന്ന് സ്വാമി ഗംഗാധര തീർത്ഥപാദയെ പോലുള്ള ആളുകളുടെ ദീർഘവീക്ഷണത്തിന്റെയും അവരുടെ പ്രവർത്തനത്തിന്റെയും അവരൊഴുക്കിയ വിയർപ്പിന്റെയും ഒക്കെ ഫലമായിട്ടാണ് നമുക്കിവിടെ ആർജവത്തോടുകൂടി ഈ ഭൂമിയിൽ സംഘപ്രവർത്തനം നടത്താൻ കഴിയുന്നതും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതും. അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വായ്പൂരിലെ സംഘപ്രവർത്തകർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അടിയന്തരാവസ്ഥ ഭാരതത്തിന്റെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഒരിക്കൽ കൂടി നഷ്ടപ്പെട്ട കാലഘട്ടമാണ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. മുഴുവൻ സംഘടനകളെയും നിരോധിച്ചു, സംഘത്തെ ഉൾപ്പെടെ നിരോധിച്ചു. പക്ഷേ നിരോധിച്ച മറ്റ് സംഘടനകളൊക്കെ പണി നിർത്തി വീട്ടിലിരിക്കുകയായിരുന്നു. പക്ഷെ സംഘത്തിന്റെ സ്വയം സേവകരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം കൈവിട്ടു പോകാൻ പാടില്ല എന്നത് ഈ സംഘടനയുടെ ആദർശത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ നടക്കുന്ന ഘട്ടത്തിൽ മറ്റു സംഘടനകളൊക്കെ പ്രവർത്തനം നിർത്തിവെച്ചിരുന്ന കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെയും കോൺഗ്രസിന്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരെയും ഭാരതത്തിന്റെ നാനാഭാഗങ്ങളിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘവും വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളും നടത്തിയ പ്രതിഷേധങ്ങളിലും മുന്നേറ്റങ്ങളിലും വായ്പൂരും ഭാഗമായിരുന്നു. അന്ന് കുളത്തൂർ മൂഴി ഭാഗത്തുള്ള 2 സ്വയം സേവകർ ഇന്ദിരാഗാന്ധിയുടെ രാജ്യത്തിന്റെ അവകാശങ്ങൾ ഭരണഘടനയെ ഇല്ലാണ്ടാക്കിയ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കോലം കുളത്തൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് അത് ഉണ്ടാക്കുകയും അതിനുശേഷം ഈ വൈക്കം കവലയിൽ കൊണ്ടിട്ട് 2 സ്വയം സേവകർ ചേർന്നുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ കോലം കത്തിച്ച ചരിത്രം ഇവിടുത്തെ സംഘപ്രവർത്തകർക്ക് അഭിമാനത്തോടു കൂടി ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതിനുശേഷം നടന്നിട്ടുള്ള നിലയ്ക്കൽ പ്രക്ഷോഭം, ക്രൈസ്തവ മിഷണറിമാർ ശബരിമലയിലെ അയ്യപ്പന്റെ പൂങ്കാവനമായി നമ്മൾ കാണുന്ന 18 മലകളിലൊന്നായ നിലയ്ക്കലിലെ പരമ്പരാഗതമായി നിലനിന്ന ക്ഷേത്രം അവിടെ നിന്ന് ഒഴിവാക്കി അവിടെ ഒരു ക്രൈസ്തവ പള്ളി നിർമ്മിച്ചുകൊണ്ട് ശബരിമല തീർത്ഥാടനത്തിന് മറ്റൊരു ദിശ നൽകുവാൻ ശ്രമിച്ചപ്പോൾ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെയും കുമ്മനം രാജേട്ടന്റെയും നേതൃത്വത്തിൽ നടന്ന ആ മുന്നേറ്റത്തിലും വായ്പൂരിൽ നിന്നുള്ള സ്വയം സേവകരുണ്ടായിരുന്നു. 60 സംഘപ്രവർത്തകർ നിലയ്ക്കലിൽ നടന്ന മുന്നേറ്റത്തിന്റെ ഭാഗമായി വലിയ പീഡനങ്ങളേറ്റതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ആറന്മുളയിൽ നടന്നിട്ടുള്ള വിമാനത്താവള വിരുദ്ധ സമരം, ആറന്മുള എന്ന പൈതൃക ഗ്രാമത്തെ ഇല്ലാതാക്കുവാൻ കോർപ്പറേറ്റ് മുതലാളിമാർ ആറന്മുളയിൽ വന്നുകൊണ്ട് അന്നത്തെ UPA സർക്കാരിന്റെ പിന്തുണയോടുകൂടി പൈതൃക ഗ്രാമത്തിൽ വിമാനമിറക്കിക്കൊണ്ട് ഒരു ഗ്രാമത്തെ ഇല്ലാണ്ടാക്കുവാനുള്ള ശ്രമം നടന്നപ്പോൾ ആറന്മുള വിമാനത്താവളത്തിനെതിരെയുള്ള പൈതൃക ഗ്രാമ കർമ്മസമിതിയുടെ പ്രക്ഷോഭങ്ങളിൽ ഈ മണ്ണിൽ നിന്നുള്ള സ്വയം സേവകരുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ 2018 ശബരിമല പ്രക്ഷോഭത്തെ പറ്റി എന്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞു സ്വയം സേവകർക്ക് വരെ നല്ല ധാരണയുണ്ട്. കാരണം 6 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി ശബരിമല പ്രക്ഷോഭത്തെ ഓർമ്മിക്കുവാൻ സാധിക്കും. കാരണം നമ്മുടെ ജില്ലയിലാണ് അതിന്റെ കോർഡിനേഷൻ ഉൾപ്പെടെ നടന്നത്. കേരളത്തിൽ ഒരുപക്ഷെ രാമജന്മഭൂമി മുന്നേറ്റത്തിന് ശേഷം ഇത്രത്തോളം വലിയൊരു മുന്നേറ്റം സംഘം നേതൃത്വം നൽകി
നടത്തിയിരിക്കുന്നത് അത് ശബരിമല പ്രക്ഷോഭമാണ്. ആ ശബരിമല പ്രക്ഷോഭം നടക്കുന്ന ഘട്ടത്തിൽ നിലയ്ക്കലിൽ ഉൾപ്പെടെ നമ്മുടെ സ്വയം സേവകരെയും പാവപ്പെട്ട അയ്യപ്പ ഭക്തരെയും ഈ സർക്കാർ സംവിധാനങ്ങൾ വേട്ടയാടുന്ന ഘട്ടത്തിൽ അതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി ഇവിടുത്തെ പോലീസിനെതിരെ പ്രതിരോധം തീർക്കുവാൻ വായ്പൂരിൽ നിന്നും മല്ലപ്പള്ളിയിൽ നിന്നുമുള്ള സ്വയം സേവകർ അതിന്റെ മുന്നണി പോരാളികളായി ഉണ്ടായിരുന്നു എന്നത് നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനം 100 വർഷം പിന്നിടുന്ന ഘട്ടത്തിൽ അഭിമാനത്തോടുകൂടി നമുക്ക് ഓർക്കാൻ സാധിക്കും. അങ്ങനെ ഈ പ്രസ്ഥാനത്തിന്റെ 100 വർഷത്തെ ചരിത്രത്തെ പറ്റി സംസാരിക്കുന്ന വേളയിൽ മല്ലപ്പള്ളി താലൂക്കിലെയും വായ്പൂരിലെയും സ്വയം സേവകർക്കും ഈ സംഘടനയുടെ മുന്നോട്ടുള്ള യാത്രയിൽ അടയാളപ്പെടുത്തുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഡോക്ടർ ജി പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രമേ സ്വയം സേവകർക്ക് മുന്നിൽ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇന്നലെകളിൽ ഒരു സ്വയം സേവകനായിരുന്നു എന്ന് ഒരു സ്വയം സേവകനും പറയാനുള്ള ഗതി ഉണ്ടാകാതിരിക്കട്ടെ. മരിക്കുന്ന നാൾ വരെ ഞാൻ സ്വയം സേവകനാണ് എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകുക. നമസ്കാരം.